എൻ്റെ ഒരു സ്വഭാവത്തിന് എനിക്കെല്ലാം ഭയങ്കരമായിട്ടും ഹേർട്ടാവും പെട്ടെന്ന്. പക്ഷെ ഞാൻ ഇമോഷണലി എക്സ്പ്രസ് ചെയ്യുന്നത് ദേഷ്യമായിട്ടായിരിക്കും. എൻ്റെ ഉള്ളിലെ ഹൈപ്പർ ഇൻഡിപെൻഡൻസി എനിക്കത് വിഷമമാണ് എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനായിട്ടൊട്ട് സമ്മതിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ പറഞ്ഞു വന്ന് ആദ്യത്തെ കോട്ടിലേക്ക് തിരിച്ചു പോവാം. റീസെൻ്റ്ലി ഓഫീസിൽ ചെറുതായിട്ട് എന്നെ ട്രിഗർ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായി. നമ്മളുടെ കമ്പനിയിൽ ആരോട് വഴക്കുണ്ടാക്കണം എന്നിങ്ങനെ തിരഞ്ഞു പിടിച്ച് നടക്കുന്ന ഒരു മാനേജറുണ്ട്. എല്ലാ കമ്പനിയിലും ഉള്ള പോലൊക്കെ തന്നെ. എന്താണേലും നമ്മുടെ ഭാഷ അറിയാത്ത ആളായതുകൊണ്ട് ഈ വീഡിയോ കണ്ടാലും മനസ്സിലാകത്തില്ല എന്നൊരു സമാധാനമുണ്ട്. ഒരാവശ്യമില്ലാത്ത ഒരു കാര്യത്തിന് എൻ്റെ പേര് അങ്ങോട്ട് ഡ്രാഗ് ചെയ്തിട്ടിട്ട് ഇത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് അറിയുന്നത്. കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും നല്ല ദേഷ്യം വന്നു. ഒരാവശ്യമില്ലാത്ത കാര്യത്തിന് എൻ്റെ പേര് എന്തിനാ അതിനകത്തോടെ ഡ്രാഗ് ചെയ്തിട്ട് ഇതൊന്നും ചോദിക്കണമല്ലോ എന്നാണ് എൻ്റെ ആദ്യത്തെ മൈൻഡ് അങ്ങോട്ട് പോയത്. എന്നിട്ട് ഞാൻ വാട്സാപ്പിൽ പുള്ളിക്കാരിക്ക് ഒരു വലിയ മെസ്സേജൊക്കെ ഡ്രാഫ്റ്റ് ചെയ്തിട്ടു. പിന്നെ ഞാനൊന്ന് ഇരുന്ന് ആലോചിച്ചപ്പോൾ ഷീ ആക്ച്വലി വോണ്ട്സ് മീ ടു ഡൂ ദിസ്. എന്നാലല്ലേ പുള്ളിക്കാരി വിചാരിക്കുന്ന കാര്യം നടക്കുള്ളൂ. അപ്പം ഞാൻ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അൾട്ടിമേറ്റ്ലി വാട്ട് ഹാപ്പൻസ് ഇസ് എന്താണോ ഒരു പ്ലാൻ ചെയ്ത് അതിവിടെ പോസിബിൾ ആകും. സോ ഇഫ് ഐ എവർ ഇഗ്നോർ ദിസ് ഇത് അവിടെ കൊണ്ടങ്ങ് തീരും. അവരുടെ പ്ലാൻ നടക്കത്തില്ല. അപ്പോൾ ആണെങ്കിൽ ഉമ്മ പണ്ട് പറയുന്ന ഒരു ഡയലോഗ് ഓർമ്മ വരുന്നത്, ഇഫ് എ ഡോഗ് ബാർക്സ് നെക്സ്റ്റ് ടു അസ്, നമ്മളതിന് റിപ്ലൈ എടുക്കാൻ പോയില്ലല്ലോ. സംഭവം ഞങ്ങൾ എല്ലാവരും അടി ഉണ്ടാക്കുമ്പോൾ പറയുന്ന കാര്യമാണെങ്കിലും ഇങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് ഇത് കൂടുതൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നല്ലത്.